മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് ഷൈൻ ടോം ചാക്കോ. നായകനായി മാത്രമല്ല വില്ലൻ വേഷങ്ങളിലും സഹനടനായുമെല്ലാം ഷൈൻ ടോം ചാക്കോ കയ്യടി നേടിയിട്ടുണ്ട്. സിനിമയിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല തൻ്റെ ഓഫ് സ്ക്രീൻ അഭിമുഖങ്ങളിലൂടെയും ഷൈൻ ടോം ചാക്കോ വാർത്തകൾ ഇടം നേടാറുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഷൈൻ ടോം ചാക്കോ. നടൻ ഷൈൻ ടോം ചാക്കോയുമായുള്ള പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി മോഡലായ തനൂജ. സോഷ്യൽ മീഡിയ ലൈവിലൂടെയായിരുന്നു തനൂജയുടെ പ്രതികരണം. പുരുഷനായാലും സ്ത്രീയായാലും ആരെയും വിശ്വസിക്കരുത് എന്നും എല്ലാവരിൽ നിന്നും ഒരകലം പാലിക്കണമെന്നും തനൂജ പറയുന്നു. 2 വർഷം സ്നേഹിച്ചിട്ടും ഇപ്പോൾ താനൊരു കുറ്റക്കാരിയെന്നും കുടുംബത്തെ വിട്ടുവന്ന എന്നെ ഇട്ടിട്ട് പോവുമെന്നും കരുതിയില്ലെന്നും ലൈവിൽ തനൂജ പറയുന്നു. കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയതാണെന്നും ഫ്രെയിം ചെയ്ത ഫോട്ടോയൊക്കെ എറിഞ്ഞൊടിച്ചു എന്നും തനൂജ പറയുന്നു. ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുത് എന്ന്, ഇട്ടിട്ട് പോകുമെന്ന്. ഞാൻ കേട്ടില്ല, അതുപോലെ സംഭവിച്ചു. ഇനി ആരും വേണ്ട, നമ്മൾ മാത്രം മതി. ഒരാൾ എന്നെ ചതിച്ചിട്ടില്ല, ഞാൻ അയാളെയും ചതിച്ചിട്ടില്ല. മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ മാറിക്കൊടുക്കണം. അയാൾ അയാളുടേതായ വൈബിൽ പോകുന്നുണ്ട്, ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. തനൂജ ഇങ്ങനെയാണ് പറഞ്ഞത്. നേരത്തെ തനൂജയുമായുള്ള ബന്ധം തകർന്നതിനെക്കുറിച്ച് ഷൈൻ ടോം ചാക്കോയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒരു പെണ്ണെന്ന സങ്കല്പം തനിക്ക് സാധിക്കുന്ന കാര്യമല്ലെന്നും അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് എന്നുമായിരുന്നു ഷൈൻ അഭിമുഖത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ ചിത്രങ്ങൾ ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഷൈനിനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും തനൂജ ഇൻസ്റ്റഗ്രാമിൽ നിന്നും കളഞ്ഞിട്ടുണ്ട്. ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ തനൂജയ്ക്കൊപ്പം ഷൈൻ എത്തിയത് മുതലാണ് പ്രണയം ചർച്ചയായത്. വൈഫാകാൻ പോകുന്ന ഒരാൾ കൂടിയുണ്ട്, 2 പേരും വേദിയിലേക്ക് വരാം എന്നാണ് വേദിയിലുണ്ടായിരുന്ന സംവിധായകൻ സോഹൻ സിനുലാൽ ഷൈനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞത്. തുടർന്ന് തനൂജയ്ക്കൊപ്പം ഷൈൻ വേദിയിലെത്തി. ഇതിന് പിന്നാലെയാണ് ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായത്. നമ്മൾ വിശ്വസിച്ച് കുറേ എണ്ണത്തെ കൂടെ കൂട്ടും, അവസാനം നമ്മളെ ഇട്ടിട്ട് പോകും. ഇങ്ങനെ 2 എണ്ണം എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. 2 വർഷം കൂടിയുണ്ടായിരുന്നു. അവസാനം എനിക്ക് നല്ല പണി തന്നിട്ട് കടന്നു കളയും. ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്, ആരും വേണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പേഴ്സണലായൊക്കെ തന്നെ വെക്കണം. നമുക്ക് സങ്കടമാവുമ്പോൾ എല്ലാം പങ്കുവച്ചു പിന്നീട് അവർ തെറ്റിക്കഴിയുമ്പോൾ അത് പബ്ലിക്കാക്കും. അങ്ങനെ നാറ്റിച്ച് കളയും. നമ്മൾ ആരെയും വിശ്വസിക്കരുത്, അത് ആരായാലും. നമ്മൾക്ക് കുറേ വാഗ്ദാനങ്ങൾ തരും, നമ്മുടെ കൂടെ കൂടും. എന്നാൽ നമ്മൾ അതൊന്നും വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എത്ര ക്ലോസ് ആയാലും ആരെയും വിശ്വസിച്ചുകൂടാ. നമ്മളോട് നന്ദികേട് കാണിക്കരുത്. പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിലും തെറ്റുപറ്റിപ്പോയി. ഞാൻ ഇത്രയൊന്നും ആരെയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 വർഷമാണ് സ്നേഹിച്ചത്, എന്നിട്ട് പിന്നെ അങ്ങ് തേച്ചിട്ട് പോയി. ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ട് വന്നതാണ്. തനൂജയുടെ വാക്കുകളാണ് ഇങ്ങനെ. തനൂജയുടെ വീഡിയോ വൈറലായതോടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. ഇതേ തുടർന്ന് വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി തനൂജ എത്തി. ഷൈൻ ടോമിനെ കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കെട്ടുകഥകൾ ഉണ്ടാക്കി അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്നും തനൂജ പ്രതികരിച്ചു.